വെള്ളപ്പാണ്ടെന്ന അസുഖമുള്ള കഥാപാത്രമായി അഭിനയിച്ച നടൻ അർജുൻ അശോകനെ അഭിനന്ദിച്ച് മമത മോഹൻദാസ്. അർജുന്റെ ധൈര്യത്തെ അഭിനന്ദിക്കാൻ താൻ ഈ അവസരം വിനിയോഗിക്കുകയാണെന്നും മലയാളത്തിൽ ആദ്യമായി വന്ന സൂപ്പർ ഹീറോയിൻ സിനിമയെ ആഘോഷിക്കുന്ന കൂട്ടത്തിൽ മറ്റൊരാളെ മറക്കരുതെന്നും നടി പറഞ്ഞു. വെള്ളപ്പാണ്ടെന്ന ത്വക്ക് രോഗവുമായി പുറത്തിറങ്ങാൻ പോലും ആഗ്രഹിക്കാതെ ജീവിക്കുന്ന നിരവധി പേർക്ക് പ്രചോദനമാണ് തലവര എന്ന സിനിമയിലെ അർജുൻ അശോകന്റെ കഥാപാത്രമെന്നും തന്റെ രണ്ടാമത്തെ സിനിമയിൽ തന്നെ ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യാൻ മുന്നോട്ട് വന്ന അഖിൽ അനിൽകുമാർ എന്ന സംവിധായകനെ അഭിനന്ദിക്കുന്നുവെന്നും മമത മോഹൻദാസ് കുറിച്ചു. മലയാള സിനിമയിലേക്ക് ആദ്യമായൊരു സൂപ്പർ ഹീറോയിൻ കടന്നു വന്നതും വിജയിച്ചതും നമ്മൾ ആഘോഷിക്കുമ്പോൾ മറ്റൊരാളിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സിനിമയേക്കാൾ ഉപരി ജീവിതത്തിൽ പോരാട്ടങ്ങൾ നടത്തി ജീവിക്കുന്ന അനേകം സൂപ്പർ ഹീറോകളും സൂപ്പർ ഹീറോയിനുകളും നമുക്കിടയിലുണ്ട്. അത്തരമൊരു യഥാർത്ഥ ഹീറോയുടെ ജീവിതം പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കാൻ ധൈര്യം കാണിച്ച ഒരു താരത്തെ അഭിനന്ദിക്കുക തന്നെ വേണം. തലവര എന്ന സിനിമ തിരഞ്ഞെടുത്തതിന് അർജുൻ അശോകന് നന്ദി. ഒരുപക്ഷെ സാധാരണക്കാർക്ക് വിരസമായി തോന്നുന്നതും ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതുമായ ഒരു വിഷയത്തെ തന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭത്തിൽ തന്നെ അവരുടെ വ്യക്തിപരമായ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ ലളിതമായും ആകർഷകമായും അവതരിപ്പിച്ച അഖിൽ അനിൽകുമാറിനും അഭിനന്ദനങ്ങൾ. ശരീരത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ നിറം നഷ്ടപ്പെടുന്ന ഉപരിപ്ലവമെന്ന് തോന്നുമെങ്കിലും സാധാരണ ജീവിതത്തെ താളം തെറ്റിക്കുന്ന വെള്ളപ്പാണ്ടെന്ന ത്വക്ക് രോഗമുള്ളവർക്കും അങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്നവർക്കും ജ്യോതിഷിന്റെ അനുഭവങ്ങൾ വ്യക്തിപരമായി അനുഭവപ്പെടും. വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും സുഹൃത്തുക്കൾക്കിടയിലും വ്യക്തിബന്ധങ്ങൾക്കിടയിലും സമൂഹത്തിലും ഇത് ബാധിച്ച ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന സാമൂഹികവും വൈകാരികവുമായ പ്രത്യേകിച്ചും മനഃശാസ്ത്രപരമായ വെല്ലുവിളികളെ മാനസികമായി നേരിടേണ്ടത് എങ്ങനെയാണെന്ന് ഈ സിനിമ മനോഹരമായും വേദനാജനകമായും എന്നാൽ ശക്തമായും വരച്ചു കാട്ടുന്നു. നമുക്കിടയിൽ ജീവിക്കുന്ന എല്ലാ പാണ്ഡകൾക്കും കൂടുതൽ ശക്തി ലഭിക്കട്ടെ. നമ്മൾ ഇതിലൂടെയും ഇതിലധികവും കുംഫുകളും ചെയ്ത് മുന്നോട്ട് പോകും. പോരാട്ടം തുടരുക തന്നെ ചെയ്യും. മമത മോഹൻദാസ് കുറിച്ചു.